ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ്. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മണ്ട സമൂസ അല്ല, മണ്ടാണിത്. അടിപൊളി ടേസ്റ്റാണ്. അതെങ്ങനെ തയ്യാറാക്കുക വെച്ചാൽ ആദ്യം നമ്മൾ 1 കിലോ റവാണ് ഞാനെടുത്ത്. അത് നന്നായിട്ട് വറുക്കണം. നല്ല നല്ല ചൂടിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ആ പാനിലേക്ക് തന്നെ ഞാൻ എടുത്ത് ഒഴിവാക്കിയത് കേട്ടോ. അതിൽ വെച്ചാൽ കരിഞ്ഞു പോവല്ലോ. അപ്പോൾ കുറച്ച് അണ്ടിയും കിസ്മിസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 10-20 ചുവന്നുള്ളി ഉണ്ട്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ കേട്ടോ. ഒരു 1/4 കപ്പ് നല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആദ്യം ചുവന്നുള്ളി ഇല്ലേ, നല്ല പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊരു പഴയകാല റെസിപ്പിയാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ ഫാമിലിയിലൊക്കെ ഉണ്ടാക്കണതാണ്. പ്രത്യേകിച്ച് നമ്മളെ ഉമ്മൻ്റെ വല്യമ്മൻ്റെ അനിയത്തിയുണ്ട്, അവരിതിൻ്റെ എക്സ്പെർട്ടാണ്. അവരിൽ നിന്നാണ് നമുക്ക് കൈമാറി വന്നൊരു വിഭവം തന്നെ പറയണം. തലമുറകളായിട്ട് കൈമാറി വന്ന വിഭവമാണിത്. അത് ഞാൻ ഏലക്കായി പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് ആദ്യം നമുക്ക് നട്ട്സ് ഇടാം. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൊരിഞ്ഞ ശേഷം കിസ്മിസ് ഇട്ടാൽ മതി. ആദ്യകാലമൊന്നും നമ്മളെ വീട്ടിലൊന്നും ബേക്കറി ഐറ്റംസ് ഒന്നും തീരെ വാങ്ങാറില്ല. ഇതിങ്ങനത്തെ ഓരോ ഇത് ഉണ്ടാക്കി വെക്കല. കുട്ടികൾക്കൊക്കെ വെക്കേഷനൊക്കെ ആകുമ്പോഴും ഇനി വിരുന്നുകാരൊക്കെ വരാനുള്ള കല്യാണം അറിയാൻ, അല്ലെങ്കിൽ ഒരു പ്രസവത്തിന്റെ ടൈമിലൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് എന്താക്കാം, ആര്യം വന്നാൽ ഒരു 2-3 ഐറ്റംസ് ഉണ്ടാക്കുക, പിന്നെ ഇതുപോലത്തതും എടുത്തു വെക്കാം. അപ്പൊ ഒരു 4-5 പ്ലേറ്റ് അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിവിടെയൊക്കെ കണ്ടുവന്നത്. അതാണ് എൻ്റെ തലമുറ വരെ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് കിസ്മിസ് ഇടാം. എൻ്റെ മക്കൾക്കൊന്നും ഇത്ര ഇതേപോലെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റൂല. അവരൊക്കെ ജോലിയുള്ളവരല്ലേ. അതാണ് അതിൻ്റെ ഒരു ഇത്. നമുക്ക് കിസ്മിസ് ബബിളായി വന്നപ്പോൾ ഞാൻ വറുത്ത് വെച്ച റവ ഉണ്ടല്ലോ, ഈ നെയ്യിലേക്ക് നല്ല ഓട്ടിട്ട് ഈ നെയ്യും റവയും പിന്നെ അണ്ടിയും കിസ്മിസും ചുവന്നുള്ളി എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് ഒന്ന് യോജിച്ചെടുക്കണം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തീ ഈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. ഈ റവ നമ്മൾ ശരിക്കും ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണിത്. ഇതിലേക്കുള്ള ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല നമുക്ക് ഇങ്ങനെ തന്നെ പൊടിയായി. പിന്നെ അതല്ല, നമ്മൾ ഒന്നിച്ചു ഒരു പണി എടുക്കണമെന്നില്ല. ഇന്നിപ്പോൾ റവൊക്കെ വറുത്തച്ച് നല്ല ചെയ്ത് വെച്ച ശേഷം നമുക്ക് നാളെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയാലൊക്കെ മതി. ഇത് മാസങ്ങളോളം കേടുവരൂല. അങ്ങനെ നന്നായിട്ട് ഇതിനായിട്ട് നല്ല യോജിച്ച ശേഷം മാത്രമേ നമ്മൾ ഏലക്കായി പഞ്ചസാരയും പൊടിച്ചതില്ലേ, അത് ഞാൻ ഇതിലേക്ക് ഇടും കേട്ടോ. ഏലക്കായി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചത്. കൈ ഉണ്ടാക്കി ഞാൻ നന്നായിട്ട് ചുമക്ക വറുക്കാന്ന് പറഞ്ഞ മാതിരി തന്നെ ഒരു തരി ഉപ്പിടുന്നുണ്ട് കേട്ടോ ഞാൻ. കാരണം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു തരി എന്ന് വെച്ചാൽ ഒരു തരി തന്നെ, ഒരു നുള്ളു ഉപ്പേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കൂടുതൽ ഇട്ടിട്ടില്ല. അങ്ങനെ നമുക്കൊന്ന് വേണമെങ്കിൽ ഇത് റവ ഒന്ന് കയ്യിലെടുത്ത് നോക്കാം. കണ്ടോ, ഒരു മണൽ പരുവം എന്നാ പറയാ. കണ്ടോ, ഒരു പൊടികളൊന്നും ഉണ്ടാവില്ല, നല്ല വറുത്ത് പാകമായിക്കണം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്കൊരു ഞാൻ 1 കിലോ പഞ്ചസാരക്ക് ഒരു 1 കിലോ റവക്ക് 500 പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ട് നോക്കാണ്, കുറേശ്ശെ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 500 പഞ്ചസാര വേണ്ടി വരും, എന്നാലേ ആ മധുരം കിട്ടുള്ളൂ. ഇത് ശരിക്കും അത്യാവശ്യം ഒരു മധുരമുള്ള റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാൻ പനിനീറില്ലേ, റോസ് വാട്ടർ, അത് ഒരു 3 ടീസ്പൂണ് അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഞാൻ കൊടിഞ്ഞിട്ട് ഇടാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്ലേവർ കേട്ടോ. ഇതിൻ്റെ പൊടിയൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ഉപ്പും വെള്ളം ചേർത്ത് പൊടി കുഴച്ച് വെച്ച്. ഞാൻ ഇപ്പം ഇതിലൊരു ഐഡിയ എടുക്കുന്നത് വെച്ചാൽ, ഇതാ പണ്ടൊക്കെ ഇത്ര ചെറിയ ഉരുള എടുത്തിട്ട് വലുതാക്കി പരത്തണം, അതും കടലാസ് പോലെ എന്ന് പറഞ്ഞ മാതിരി പരത്തിയെടുക്കണം. ഇപ്പം അതൊന്നും കഴിയൂല. അപ്പം ഞാൻ എന്താക്കി, ഒരു എളുപ്പപ്പണി എടുക്കാണ്. നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ തോല് പരത്തൂലേ, ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അപ്പോൾ അട്ടിക്ക് വെച്ചിട്ട് പരത്താം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് നൈസായിട്ട് പത്തിരി കിട്ടും. കണ്ടോ, ഇതെങ്ങനെ ചെറുത് പരത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ ഓയിലും പൊടി ഇട്ടിട്ട് അട്ടിക്ക് ഇങ്ങനെ വെക്കല്ലോ, നന്നായിട്ട് പരത്തി വെച്ചിട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെതാ ഇങ്ങനെ ഓയിൽ വെക്കുക, കുറച്ച് പൊടി ഇടുക, എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു പത്തിരി വെക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ ചട്ടിപ്പത്തിരിക്ക് നമ്മൾ തോല് പരത്താറ്. കാരണം എളുപ്പം പണി കഴിയും, പരുത്തി നിൽക്കണ്ട. ആദ്യ കാലങ്ങളിലൊക്കെ ഇത് ഓരോന്ന് തന്നെ കേട്ടോ പരുത്തല്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ.
ഇങ്ങനെ നമ്മളെ ഉമ്മക്കും വല്യമ്മക്ക് അത്ര പലഹാരത്തിനോട് താല്പര്യം കുറവാണ്. വല്യമ്മന്റെ അനിയത്തിയുണ്ട്. ഭയങ്കര പലഹാരത്തിന്റെ ഒരു ആളാണ്. അപ്പൊ ഉം അവരിൽ നിന്നാണ് നമ്മളെ ഉമ്മ പഠിച്ചതെന്നാ എപ്പോഴും പറയാറ്. അപ്പൊ നമ്മളെ പണ്ടൊക്കെ പിയാപ്പിളമാരോടൊക്കെ കോൾ കൊടുത്തയക്ക അങ്ങനത്തേനൊക്കെ ഈ എളാമ വന്നിട്ടാണ് എല്ലാ കാര്യവും ചെയ്യല്. സഹായിക്കാൻ വരും. എന്താ വെച്ചാ പലഹാരത്തിന്റെ എക്സ്പെർട്ടാണ്. അപ്പൊ നല്ലോണം അന്നൊക്കെ അങ്ങനാണ്. കുടുംബങ്ങൾ തന്നെ വരും. ഇന്നത്തെ കാലത്തല്ലേ എല്ലാം ഓർഡർ കൊടുക്കാനും ചെയ്യാനൊക്കെ അതുള്ളത്. കണ്ടോ ആ ചെറിയ ഉരുള ഇത്രയും വലുതാക്കി നമുക്ക് പരുത്തിയെടുക്കാൻ പറ്റി. ഇത് 3 പത്തിരി ഉണ്ട് കേട്ടോ. അത്രയും നൈസായിട്ട് നിങ്ങൾ കാണുന്നില്ലേ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബബിളായിട്ട് വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടോ ഞാൻ പിന്നെ കൈകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ചൂടുള്ളതൊക്കെ എടുത്ത് കൈകൊണ്ട് ചെയ്യുന്നതിനെ കൊണ്ടാ ഞാൻ പിന്നെ ഇതിന്റെ ചട്ടകം എടുത്തിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാവരും വിചാരിക്കും ചൂട് കുറവേ ഇരിക്കുന്നു. നല്ല ചൂടുള്ള തന്നെ ഈ ചൂടോടൊക്കെ തന്നെ നമ്മൾ ഈ പത്തിരി ഇങ്ങനെ അടർത്തി എടുക്കാം. നല്ല ചൂടുണ്ട്, കൈ പൊള്ളും തന്നെ ഉണ്ട്, ആവി കയറല്ലോ. അപ്പൊ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പിന്നെ അടുത്തത് ഇങ്ങനെ വെക്കാം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടും. അതങ്ങനെ കണ്ട അത്ര കണ്ട കയ്യിലെ നേല് കാണുന്നുണ്ടോ? അത്രയും നൈസാണ് കേട്ടോ പത്തിരി. അതങ്ങോട്ട് ഞാൻ അടുത്തത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളൊരു ചപ്പാത്തിന്റെ കനമുള്ളൂ ഈ 3 എണ്ണത്തിന്. അപ്പൊ ഇത് എത്ര ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. അങ്ങനെ ഇതുപോലെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. എൻ്റെ കയ്യില് പൊള്ളിപ്പോയി, ഒന്ന് ആവി കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചട്ടകം എടുത്ത്. കണ്ടോ ഇങ്ങനെ എടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇത് എടുത്ത് കിട്ടും. കുറച്ചൊരു ക്ഷമ വേണം ഇതങ്ങനെ. പിന്നെ എന്താ ഒറ്റയടിക്ക് നമുക്ക് കഴിയുമല്ലോ. അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മളിങ്ങനെ കുറേ ഒറ്റ പരുത്തി നിൽക്കണ്ട. പിന്നെ അതുമല്ല ഞാനിത് സമൂസന്റെ പോലാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആദ്യ കാലങ്ങൾ ഒരു പത്തിരിക്ക് 1 അല്ലെങ്കിൽ ഒരു പത്തിരിനെ കൊണ്ട് 2 ചെയ്യാറ്. നടു മുറിച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്യാറ്. അപ്പൊ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെ വേണ്ടല്ലോ. ഇത് ഞാന് പിന്നെ പത്തിരി സാധാ ഇങ്ങനെ മുറിച്ചെടുക്കാന്ന് പറയാം. ഇത് നമ്മൾ കത്രികേനെ കൊണ്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി അഥവാ ഒരു ചെറിയ പൊട്ടോ പൊളിയോ ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചൊരു വ്യത്യാസമോ റൗണ്ടിലൊരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ആക്കാം. എന്നിട്ട് ആ ആ സാധനം നമുക്ക് വലിച്ചെറിയൊന്നും വേണ്ട. നമുക്ക് പൊരിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് അതൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ ശരിക്കും നല്ല കറക്റ്റായിട്ട് വെക്കാം കേട്ടോ. കണ്ടോ നിങ്ങൾക്കിപ്പോ ഇതിന്റെ ഒരു പത്തിരിന്റെ കനം നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ. അതാണ് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ സമൂസന്റെ മാതിരി കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ഇതിപ്പം ഇങ്ങനെയാണ് ആദ്യകാലങ്ങൾ എടുക്കല്. പകുതി എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കല്. അപ്പൊ അതൊന്നും വേണ്ടാന്നുള്ളവർക്കൊക്കെ കുറച്ച് മെനക്കെട്ട പണിയാണ്. അല്ലെങ്കിൽ തന്നെ മെനക്കെട്ട പണിയാണ്. എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ ആരെങ്കിലൊക്കെ വരികയാണെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും. ഇതങ്ങനെ ഒരു മുറിക്കുമ്പോൾ അങ്ങനെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ മുറിച്ച് ഷേപ്പ് ആക്കാം കേട്ടോ. പിന്നെ ആ പീസ് നമുക്ക് പൊരിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. നല്ല കണ്ടോ നേരിയ തൊലിയായതിനെ കൊണ്ട് അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ അതങ്ങനെ അങ്ങനെ നമുക്കെല്ലാം മുറിച്ച് വെക്കാം. അപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ ആ തൊലിയുടെ കനം കണ്ടോ. അത്രയും നേരിയ ഇതാണ്. നമ്മളങ്ങനെ ഓരോന്നായിട്ട് മുറിച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ കാലങ്ങളൊക്കെ കഴിഞ്ഞ്. നമ്മളൊക്കെ കാലശേഷത്തൊന്നും ആരും ഉണ്ടാക്കാറ് പോലും ഉണ്ടാവില്ല. എല്ലാം ബേക്കറിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട്. എന്നാലും നമുക്ക് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറാണല്ലോ. അതാണ് എനിക്ക് എത്ര മെനക്കെട്ടാലും പണിയെടുക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം മടക്കിയിട്ട് നമുക്ക് ആദ്യം അങ്ങനെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാവ് വേഗം വേഗം ആ തൊലി മറിച്ച് വേഗം ഉണ്ടാക്കി വെക്കാം. ഇതിങ്ങനെ തൊലി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ വെക്കട്ടോ. നമ്മളിത് വാട്ടിയെടുത്തതിനെ കൊണ്ട് കണ്ടോ. ഇനി നമുക്ക് അതെല്ലാം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കില്ലെന്ന് കാണിച്ചാൽ കുറച്ച് മൈദയിൽ വെള്ളം ഒരു തരി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ലൂസാക്കി കലക്കി എടുക്കുന്നുണ്ട്. ഒക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് സമൂസന്റെ ഇത് മടുക്കുന്ന മാതിരി തന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് അത് വെച്ചാൽ സമൂസന്റെ മാതിരി ഇത് ഒട്ടൂലല്ലോ. ഇത് കുറച്ചൊരു നമ്മൾ വാട്ടിയെടുത്തല്ലേ. ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കും. ആ മൂലകളൊക്കെ നന്നായിട്ടൊന്ന് മാവ് വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് സാധാരണ ഇടണ മാതിരി കുത്തി നിറച്ചിടണ്ട. നമ്മൾ കുറച്ച് ഇട്ടാൽ മതി. കാരണം അത് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാനുള്ളതാണ്. അപ്പൊ അതുപോലെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഉള്ളില്ലെങ്കിൽ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. ഉള്ളിലേക്ക് പോകും. നമുക്ക് ആ മൂലകളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇനി അടുത്തതൊന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്.
പിന്നെ സമൂസ ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതിനെ കൊണ്ട് ഇത് വലിയൊരു ഇതായിട്ട് തോന്നില്ല അതങ്ങനെ. പക്ഷെ ആ മൂലൻ്റെ അവിടെ അങ്ങനെ കുറച്ചൊരു മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യണം. കാരണം ആ ഭാഗത്ത് ഇതാവരുത്. ഒന്നാമത്തെ നമ്മളെ മാവ് ഒട്ടുന്നല്ലല്ലോ, നമ്മൾ ആ മാവ് വെച്ചാലേ അത് ഒട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഫില്ലിങ് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് കുലുക്കി കൊടുത്തോണ്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്കിത് ആ 2 മൂലയും കൂടി നമുക്ക് ഇതേപോലെ തന്നെ മാവ് വെച്ചിട്ട് എടുക്കാം. പണ്ടൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇത് കസൂറപ്പം, ചുക്കപ്പം, അങ്ങനെ കുറേ പലഹാരങ്ങളുണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണേ. കടുക്കത്തിരിയൊക്കെ ഇപ്പം വന്നതാണ്. അന്നത്തെ കാലത്ത് കടുക്കത്തിരി ഇല്ല, പക്ഷെ വേറെ ടൈപ്പായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഓരോരുത്തർക്ക് ഉണ്ടാക്കാനൊക്കെ മടിയാണ്. നമുക്കൊക്കെ ഇത് എത്ര മെനക്കെട്ടാലും നമ്മളൊക്കെ ഉണ്ടാക്കി നോക്കും. നമുക്ക് അതിനോടൊരു താല്പര്യമാണ്, അതാണ് സത്യം. കാരണം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഇഷ്ടമായിട്ട് വരിക. നമുക്ക് ബേക്കറി വാങ്ങണതിനെക്കാട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ നമുക്ക് പേടിക്കാനില്ലല്ലോ, സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ. അങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിലാണ്. നന്നായിട്ട് മുങ്ങി പൊരിയണം. അപ്പം നന്നായിട്ട് ഓയിൽ ഞാൻ വലിയ ചീനച്ചട്ടി തന്നെ വെച്ചിട്ട് വേഗം പണി കഴിയാൻ വേണ്ടിയിട്ടാണ് വലിയ ചീനച്ചട്ടിയിൽ വെക്കുന്നത്. ഇതൊക്കെ കുറച്ച് മെനക്കെട്ട പണിയായതിനെ കൊണ്ട് നമ്മൾ വലിയ ഇതിലാവുമ്പോൾ വേഗം പൊരിഞ്ഞെടുക്കുക കേട്ടോ. ഒരു ട്രിപ്പിൽ തന്നെ ഒരു 6-7 എണ്ണം പോവും, 8 എണ്ണം ഇടുന്നുണ്ട് ഞാനതിൽ. 8 അല്ല കേട്ടോ, 9 എണ്ണം ഇടും സ്ഥലമുണ്ട്. എന്നിട്ട് നല്ലോണം ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് സാധാരണത്തെ പോലെ തന്നെ മറിച്ചിട്ടിട്ട് അതും ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് ആക്കിയെടുക്കാം. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അധികം ചേരുവകളൊന്നുമില്ല, പക്ഷെ എന്നാലും അതിൻ്റെ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. ഇത് കഴിച്ച് രുചിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇത് തലശ്ശേരി ഭാഗത്തൊക്കെ ഉണ്ട്, അവര് അരിയിലും ചെയ്യും. കണ്ണൂര് തലശ്ശേരി ഭാഗത്തൊക്കെ നമ്മള് പുയ്ക്കലരിയില്ലേ, അത് വറുത്ത് പൊടിച്ചും ചെയ്യും. നമ്മൾ റവയിലാണ് ചെയ്യുക. അവിടെ ഇതും ഉണ്ടെന്ന് തോന്നുന്നു, റവയിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ നാട്ടിലും ഓരോ ഇതാണ്. കണ്ടോ, കാണുമ്പോ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ, നല്ല മൊഞ്ചുള്ള മണ്ട. ഒരു 10-60 മണ്ട എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതില്, ഈ വലുപ്പത്തിൽ എടുക്കുമ്പോൾ. കണ്ടോ, ബാക്കിയുള്ളൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇതേപോലെ ടിന്നിൽ സൂക്ഷിച്ചു വെക്കാം കേട്ടോ. നല്ല അടിപൊളി മണ്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. താങ്ക് യു.